ഇത് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിലാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. കൃത്യം 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങും. ഇത് ഒരു ഘട്ടത്തിൽ ഇത് കർത്തവ്യപഥിലായിരിക്കും. ഇതിനേക്കാൾ കൂടുതൽ 10-15,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങായിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട്, പ്രതീക്ഷിച്ചതുപോലൊരു വിജയം ഉണ്ടാകാത്തത് കൊണ്ട് അത് അത്രയും വലുത് വേണ്ട, ഇങ്ങോട്ട് മാറ്റിയതാകാൻ സാധ്യത, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും 8,000 പേരുടെ ഓഡിയൻസ് ഉണ്ട്. അതും വന്ദേ ഭാരതിലെ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഓഡിയൻസ്. വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ ഓഷൻ രാജ്യങ്ങളിൽ നിന്നുള്ള മൗറീഷ്യസ് പോലെയുള്ള രാജ്യങ്ങളുടെ, മാലദ്വീപിന്റെ മൊയ്സു പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ എന്തായാലും കളർഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. പക്ഷേ BJP ഉദ്ദേശിച്ചത്ര കളർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രാഷ്ട്രപതി ഭവനിലെ ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ഓരോരുത്തരെ അകത്തേക്ക് പ്രവേശിക്കുന്നു. പ്രധാനപ്പെട്ട വ്യക്തികൾ, അതിഥികൾ, ഇന്നത്തെ താരങ്ങൾ, കേന്ദ്രമന്ത്രിമാരാകാൻ പോകുന്നവരുൾപ്പെടെ അവിടേക്ക് എത്തുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. അല്പം കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പേരുകൾ, വിവരങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട മണ്ഡലം, അവരുടെ ഭൂരിപക്ഷം, അവരുടെ പശ്ചാത്തലം, അങ്ങനെ രാഷ്ട്രീയ ചിത്രമാകെ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് വളരെ വേഗത്തിൽ ഞങ്ങൾ എത്തിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നത് 7:15 കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ കൂടി കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നതുകൂടി വളരെ പ്രധാനമാകും.